റാന്നി നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി തോമസ് കെ സാമുവലിന്റെ പ്രചരണമൊക്കെ ഊർജിതമായി തന്നെ നടക്കുകയാണ്. ആരാധനാലയങ്ങൾ, മറ്റ് വിവിധ സ്ഥാപനങ്ങൾ, അവിടെ എല്ലാം ചെന്ന് വോട്ടർമാരെ കാണുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്തായാലും 2020 സ്ഥാനാർത്ഥി കൂടിയാണ് തോമസ് കെ സാമുവൽ. ബ്ലസൺ എന്നാണ് വീട്ടിലെ അറിയപ്പെടുന്നത്. ചക്കയാണ് അവരുടെ ഇത്തവണത്തെ ചിഹ്നം. അപ്പോൾ എന്തായാലും തോമസ് കെ സാമുവൽ 24 ചേരുകയാണ്. അപ്പോൾ ആദ്യം ഒരു ചിരിച്ച മുദ്രകയാണ് നിൽക്കുന്നത്. ഈ ചക്കയാണ് ചിഹ്നം, ഈ ചക്ക ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ടർമാരിലേക്ക് ചെല്ലുമ്പോൾ വോട്ടർമാരുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ്? നല്ല ഒരു സ്വീകാര്യതയാണ്. സാധാരണക്കാരന്റെ ഒരു ഭക്ഷണമായ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേക ഫ്രൂട്ടായ ചക്കയോട് വളരെ നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചക്ക ചിഹ്നത്തിൽ തന്നെ എല്ലാവരും വോട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ റാന്നിയിൽ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. വിവിധ വിഷയങ്ങളുണ്ട്. അതിനകത്ത് ഏതൊക്കെ വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? നമ്മൾ മുഖ്യമായും വിഷയം എന്ന് പറഞ്ഞാൽ ശബരിമല കൊള്ള നമ്മുടെ മുഖ്യ വിഷയമാണ്, മെയിൻ വിഷയമാണ്. അതാണ് നമ്മൾ മെയിൻ പ്രചരണം. എല്ലാവരും ചെല്ലുമ്പോൾ വിശ്വാസം സംരക്ഷിക്കപ്പെടണം, ശബരിമലയിൽ എല്ലാ വിശ്വാസികൾക്കും വിശ്വാസം സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ മുഖ്യ വിഷയം. അപ്പോൾ ഈ ശബരിമല ഏത് രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ശബരിമലയെ സംരക്ഷിക്കുവാനും നമ്മുടെ വിശ്വാസികളെ സംരക്ഷിക്കുവാനും ഏതറ്റം വരെ പോകാനും നമ്മൾ NDA അതുപോലെ തന്നെ 2020യും സജ്ജമാണ്. അതാണ് നമ്മൾ കൊടുക്കുന്ന ഉറപ്പ്. അപ്പോൾ ശബരിമലയുടെ ഡെവലപ്മെന്റ്, അതിന്റെ സാധ്യതകൾ, അതാണ് കൂടുതൽ ഇതാക്കുക അല്ലേ? അതെ, തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ മുഖ്യമായി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക്, റാന്നിയിലെ വോട്ടർമാർക്ക് കൊടുക്കുന്ന വാഗ്ദാനം എന്താണ്, ഉറപ്പെന്താണ്? ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ് ഇങ്ങനെ NDAക്ക് അല്ല 2020യുടെ സഖ്യമായ NDAക്ക് ഞങ്ങൾക്കൊരു അവസരം നിങ്ങളിവിടെ തരികയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവന്ന് റാന്നി ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ സുരക്ഷ മുതൽ എല്ലാവിധ കാർഷിക പ്രശ്നങ്ങളുണ്ട്. ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. കൃഷി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊതുകുകളുടെ ശല്യം, കാട്ടുപന്നിയുടെ ശല്യം, ഇവിടെ മുഴുവൻ പരാതിയും പരിഭവങ്ങളോടും കൂടെ ജീവിച്ചിരിക്കുന്ന ഒരു ജനതയാണ് റാന്നിയിലെ ഞാൻ കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു, പല ആളുകൾക്കും വോട്ടില്ല, സ്ഥാനാർത്ഥികളായിട്ട് വരുന്ന ആളുകൾക്ക് വോട്ടനുസരിച്ച് പേരില്ല, അവർക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയില്ല. അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായിട്ട് ബോധമില്ല, അല്ലെങ്കിൽ ആ ഒരു ബോധ്യമില്ലാത്ത ആളുകൾ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപം കൂടി വരുന്നുണ്ട്. അതിനുള്ള മറുപടി എന്താണ്? അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, ഞാനും ബേസിക്കലി ഒരു രാഷ്ട്രീയക്കാരനല്ല. ഇപ്പൊ ഒരു വികസനമാണ് നമുക്ക് ഒരു വികസനം കൊണ്ടുവരണം. 2020യുടെ എല്ലാ കാൻഡിഡേറ്റ്സും നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ അല്ല ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന എല്ലാവരും ഒന്നിനൊന്ന് മെച്ചവും സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയപരവുമായുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മികച്ചവരുമാണ് എന്നാണ് പറയാനുള്ളത്. ഏതായാലും റാന്നിയിലെ വോട്ടർമാരോട് തോമസ് കെ സാമുവലിന് അഭ്യർത്ഥിക്കാനുള്ളത് ചക്ക ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. വിജയിച്ചു കഴിഞ്ഞാൽ റാന്നിയെ വലിയ തരത്തിൽ വികസനത്തിന്റെ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കും എന്നുള്ളൊരു വാഗ്ദാനം കൂടി തോമസ് കെ സാമുവൽ നൽകുന്നുണ്ട്. സന്തോഷ് ചേകവർക്കൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.